അതായത് ഈ അനീഷും ഷാനവാസും തമ്മിൽ ഒരു കാലത്ത് ഒത്തുപോവില്ല. ഷാനവാസ് അനീഷുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് ഷാനവാസിന് നല്ലത്. അനീഷും അങ്ങോട്ടൊരു ഫ്രണ്ട്ഷിപ്പിന് പോകാതിരിക്കുന്നതാണ് അനീഷിനും നല്ലത്. രണ്ടുപേരും അവരവരുടെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുക, വേണമെങ്കിൽ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുക, പക്ഷേ ഒന്നിച്ച് പോകാതിരിക്കുക. അതാണ് രണ്ട് കൂട്ടർക്കും നല്ലത്. പ്രത്യേകിച്ച് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷാനവാസിന് നെഗറ്റീവായിട്ടാണ് ഈ സീസണിൽ വന്നിട്ടുള്ളത്. ആദില നൂറയുമായിട്ടായിക്കോട്ടെ, ഇപ്പോൾ ലക്ഷ്മിയുമായിട്ടായിക്കോട്ടെ, അനീഷുമായിട്ടായിക്കോട്ടെ, ഷാനവാസ് കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ ഒരു നെഗറ്റീവാണ് സംഭവിക്കുന്നത്. ഷാനവാസിനാണത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമാണ്. കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നതിനേക്കാളും ഡാമേജ് സൗഹൃദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഷാനവാസിന് ഉണ്ടാവുന്നുണ്ട്. ഷാനവാസ് ഒറ്റ കൊമ്പനായിട്ട് ഒറ്റയാനായിട്ട് നിന്ന് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഷാനവാസിന് കുറെ കൂടി നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. ഇവിടെ അനീഷ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അനീഷും ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ വേറെ ബാധ്യതകളില്ല. അല്ലെങ്കിൽ ഇതുപോലെ അവസാന ആഴ്ചകളിലോട്ട് എത്തുമ്പോൾ സൗഹൃദങ്ങൾ, മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും നിലപാടുകളും ഒക്കെ വിലങ്ങ് തടിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബുദ്ധിപരമായിട്ട് കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുക. ഇനി ഒരാളെ ജീവിതത്തിൽ ബിഗ് ബോസിനകത്ത് പോയിട്ട് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അയാളെ അകാരണമായിട്ട് അകറ്റാതിരിക്കുക, അയാളെ പൂർണ്ണമായിട്ട് നമ്മുടെ താല്പര്യങ്ങൾക്കും സ്വാർത്ഥതകൾക്കും വേണ്ടിയിട്ട് ഒഴിവാക്കാതിരിക്കുക. അത് ബിഗ് ബോസിനകത്ത് ഏത് കണ്ടസ്റ്റന്റും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അനീഷ് പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച എന്നെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന ഷാനവാസ് പിന്നെ എന്തിനാണ് ലാലേട്ടൻ വന്നതിന് ശേഷം വീണ്ടും എൻ്റെ അടുത്ത് ഇപ്പോൾ കൂട്ടുകൂടാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെവിൻ്റെ ആ ഒരു കേസുണ്ടല്ലോ, നെവിൻ ഇങ്ങനെ ക്യാമറ ഇഷ്യൂസ് ഉണ്ടായല്ലോ, സ്പേസിന് വേണ്ടിയിട്ട് അനീഷ് വഴക്കുണ്ടാക്കിയൊരു സംഭവം, അതായത് നെവിൻ കാരണം മറയുന്നു, ക്യാമറ കാണുന്നില്ല. ആ സംഭവത്തിൽ ഞാൻ പറയുന്നതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ ഷാനവാസ് നെവിനൊപ്പമാണ് നിന്നത്. നെവിൻ്റെ മുടി എൻ്റെ മുഖത്ത് തട്ടിയ സമയത്ത് നെവിൻ്റെ ഒപ്പമാണ് നിന്നത്. അപ്പോൾ എന്ത് സൗഹൃദമാണ് ഷാനവാസിന് എൻ്റെ അടുത്തുള്ളത് എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, അന്ന് ഷാനവാസ് അനീഷിനെതിരെയാണ് നിന്നിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാവരും ഷാനവാസിനെതിരെ നിന്നപ്പോൾ നെവിൻ്റെ ആ ഒരു സംഭവത്തിൽ ഞാൻ ഷാനവാസിന്റെ കൂടെ നിന്നിട്ടില്ലേ എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുമുണ്ട്. അത് അനീഷിന്റെ ഗെയിമാണ്. എന്ന് വെച്ചാൽ അനീഷ് ഇവിടെ ഷാനവാസ് ജെനുവിൻ അല്ല എന്ന് ഓഡിയൻസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കാരണം അനീഷ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഷാനവാസ് അവിടെ അഭിനയിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് പുള്ളിക്ക് ബോധ്യപ്പെടുത്തണം. ഇവിടെ ഷാനവാസിന്റെ കേസ് പറയുമ്പോൾ അനീഷ് ഈ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച നെവിന്റെ ഇഷ്യൂ നടക്കുന്ന ആഴ്ച ഉണ്ടല്ലോ, ആ ആഴ്ചത്തെ നോമിനേഷനിൽ അനീഷ് ഷാനവാസിന്റെ പേര് നോമിനേറ്റ് ചെയ്ത ഒരാളാണ് അവിടെ നിന്ന് പുറത്തു പോകണമെന്ന്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അനീഷ് വീണ്ടും ഷാനവാസിനെ തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഷാനവാസ് അനീഷിനെ പലപ്പോഴും പല കാര്യങ്ങളിലും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജയിൽ നോമിനേഷനിൽ ഉൾപ്പെടെ നീ ജയിലിൽ പോയി കിടക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്കിടയിൽ ആത്മാർത്ഥമായ ഒരു സൗഹൃദവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. സുഹൃത്തുക്കൾ ഇങ്ങനെ അല്ല, ഇങ്ങനെ ആവുകയും അരുത്. അപ്പൊ അതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നല്ലത്. ഇവിടെ അനീഷ് ഷാനവാസിനെ ബ്ലെയിം ചെയ്ത് ഷാനവാസ് ഒരു മോശം വ്യക്തിയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു ഓഡിയൻസിന്റെ മുന്നിൽ. അതുകൊണ്ട് അയാളുമായിട്ട് ഞാൻ ഇനി കൂട്ടില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഷാനവാസ് അനീഷിനെയും ചെയ്തുകൊണ്ടിരുന്ന ഇതേ കാര്യം തന്നെയാണ്. അപ്പൊ ലാലേട്ടൻ വന്നതിന് ശേഷം പിന്നെ എന്തിനു മാറിയെന്ന് അനീഷ് ചോദിച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പൊ അനീഷ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇവർ ഒറ്റയ്ക്ക് കളിച്ചാൽ അവർക്ക് കൊള്ളാം. ഇനിയെങ്കിലും മിത്രം, കൂട്ടുകാരെന്നൊന്നും പറഞ്ഞ് പോവാതിരിക്കുക, നിങ്ങൾ തന്നെ നെഗറ്റീവ് ആവും.